തിരുവചനം തിരുമതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടുത്ത വാത്സല്യമായ സ്വാതന്ത്ര്യം ഒരു പ്രാവശ്യം കൂടെ തന്നെ ജനത്തെ നയിക്കത്തക്കൊണ്ണം ഒരുക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ ഇന്ന് വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരുവാനിക്കുകയും കർത്താവേ, ഞങ്ങളുടെ കൃപകളും വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവേ, നിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവേ, വർഷത്തിൻ്റെ അവസാന യോഗത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവെ, അടിയങ്ങളുടെ ജീവിതം ഇപ്രകാരമായിരുന്നെന്നും കർത്താവെ, എന്താണ് എവിടെയാണ് ഞങ്ങളായിരിക്കുന്നതെന്ന് ചിന്തിപ്പാൻ കർത്താവ് രാത്രി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് കർത്താവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം അങ്ങയുടെ ജനമാണ്, അടിയൻ അങ്ങയുടെ കർത്താവെ. ഏറ്റവും ലളിതമായ വചനം അങ്ങ് തൻ്റെ ജനത്തിന് എത്തിക്കുന്നതോടൊപ്പം കർത്താവെ, അത് ആഴമായ അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുവാൻ അങ്ങയുടെ കൃപയുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴി നടത്തുന്നു. സാക്ഷിക്കുന്നു പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുന്നാഹത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2024 അവസാന വെള്ളിയാഴ്ചത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ പ്രാരംഭം മുതൽ ഇന്ന് വരെ എപ്രകാരമാണ് നാം ആയിരുന്നതും എപ്രകാരമാണ് നമ്മളെ വഴി നടത്തിയതും ഒക്കെ ഒന്ന് ചിന്തിപ്പാൻ നാം അല്പം സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും ഒക്കെ താഴ്വരയിൽ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് എത്രമാത്രം കർത്താവുമായിട്ട് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്ക് വേണ്ടി ചിന്തിപ്പാൻ പ്രവർത്തിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വർഷം പൂർത്തീകരിച്ച് പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ അനേകമായ തീരുമാനങ്ങൾ നാം എടുക്കാറുണ്ട്. എൻ്റെ ആയുസ്സിൽ ഒരു വർഷം കൂടെ തന്നാൽ ഞാൻ ഇത് ചെയ്യും, ഇപ്രകാരം പ്രവർത്തിക്കും, ഇതൊക്കെ നാം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തന മേഖലയിൽ പലപ്പോഴും ലൗകികമായി നാം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം സമയം കണ്ടെത്താറുണ്ട്, സാഹചര്യം കണ്ടെത്താറുണ്ട്, സ്രോതസ് കണ്ടെത്താറുണ്ട്. പക്ഷേ യഥാർത്ഥമായി എന്നെയും നിങ്ങളെയും നിലനിർത്തുന്ന ആ ദൈവിക കൃപകളെ പറ്റി ചിന്തിച്ച് ദൈവത്തിന് വേണ്ടി നമുക്ക് എത്രമാത്രം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തിയോടെങ്കിലും ഒരു സുവിശേഷം എത്തിക്കുവാൻ, ഞാൻ ഈ 12 മാസത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും എന്ന് പറയുമ്പോൾ അല്പം ഒരു കാഴ്ചയോടെങ്കിലും വെക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ആയിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബ വ്യക്തികളുടെ മധ്യത്തിൽ എന്നെയും നിങ്ങളെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളിൽ നിന്നും കോരിയെടുത്ത കർത്താവിനെ പറ്റി നമുക്ക് സാക്ഷീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ രുചിച്ചറിയുമ്പോൾ അത് എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നേടിയെന്നുള്ള ചിന്തയിലാണ് ഞാനും നിങ്ങളും മുൻപോട്ട് പോകുന്നെങ്കിൽ അതിനൊരു വിരാമത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവിക സാന്നിധ്യം പ്രതിസന്ധികളുടെ മധ്യത്തിൽ കരം പിടിച്ച് നടത്തത്തക്കവണ്ണം ഓരോ ദിവസവും വഴി നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഓട്ടക്കളത്തിൽ ഓടുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഓട്ടക്കളത്തിൽ എവിടെയാണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ്ലീഹയുടെ ജീവിതം നോക്കുമ്പോൾ അതീവ ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു ജീവിത കാലയളവായിരുന്നു. പൗലോസ്ലീഹ വ്യക്തമായ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഉപദ്രവം തന്നെയല്ല, കൂട്ടു സഹോദരങ്ങളുടെയും ഒക്കെ ഉപദ്രവങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ആത്മീയ മേഖലകളിൽ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ 10 ഇരട്ടി പ്രതിസന്ധികൾ കടന്നുപോയതായിരുന്നു അപ്പോസ്തല പിതാക്കന്മാർ. പക്ഷെ അവരുടെ ത്യാഗമനോഭാവത്തിൻ്റെ പ്രവർത്തനവും അവരുടെ ഉറപ്പും ധൈര്യവുമാണ് ഇന്ന് ലോകത്ത് ഇത്രമാത്രമെങ്കിലും ക്രൈസ്തവ സമൂഹം നിലകൊള്ളുവാൻ ഇടയായത്. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെയും പ്രവർത്തനം അപ്രകാരമായിരുന്നു. ഇന്ന് ആധുനിക മേഖലകളിൽ ഇത്രമാത്രം സാങ്കേതികമായ നന്മകളിൽ നാം ജീവിക്കുമ്പോൾ ആ സാങ്കേതികമായ കാര്യങ്ങൾ എത്രമാത്രം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം ഉപയുക്തമാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടി. പണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം തൻ്റെ സാക്ഷികളായി സുവിശേഷം എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമായി ചിലപ്പോൾ കാൽനട അല്ലെങ്കിൽ മറ്റ് വിധം വാഹന സൗകര്യങ്ങളിൽ കൂടെ ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ
കടന്നുപോയാലേ അവിടെ എത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ആധുനിക സാഹചര്യങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 18 19 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തുവാൻ കഴിയും. ഇന്നത്തെ ആധുനിക സാമൂഹിക മേഖല എന്ന് പറയുമ്പോൾ വിരൽത്തുമ്പിളിൽ കൂടെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ജനത്തിന് എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവയൊക്കെ ആയിരിക്കുമ്പോൾ നാം എത്രമാത്രമാണ് അത് കർത്താവിൻ്റെ പ്രവർത്തനത്തിനായി ഉപയുക്തമാക്കുന്നത്. അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയ ലേഖനം 3:14. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിജയം നേടുന്നതിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക് അതിവേഗം പായുന്നു. ദൈവത്തിൻ്റെ പരമവിളിക്കൊത്തവണ്ണം നാം പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം നാം ആയിരിക്കുന്ന ഭവനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിൽ കടന്നു വന്ന് പ്രിയ മകനെ പ്രിയ മകളെ എഴുന്നേൽക്ക്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അങ്ങനെയുള്ള വിളി കേൾക്കുന്നവരുണ്ട്. പക്ഷേ നാം കടന്നു പോകുന്ന ദേവാലയങ്ങളിൽ, നാം സംബന്ധിക്കുന്ന ശുശ്രൂഷകളിൽ, അവിടെ വചനഘോഷം നടത്തുമ്പോൾ ചിലപ്പോൾ ചില വചനഘോഷം എനിക്കോ നിങ്ങൾക്കോ മാത്രമായിരിക്കും. ആ വചനഘോഷണത്തിൽ വ്യക്തമായി ചിലപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാനിടയാകും, നമ്മെ വിളിക്കുവാനിടയാകും. ആ വിളി നാം കേൾക്കുവാൻ സന്നദ്ധരാണോ? ആ വിളി സ്വീകരിക്കാൻ നാം സന്നദ്ധരാണോ? അതോ ജനമധ്യത്തിൽ ഒരു പ്രവാചക ശബ്ദമെന്ന് പറയുന്നത് പോലെ ആരെങ്കിലും എണ്ണിച്ചിട്ട് ഇവനെ എനിക്ക് വേണ്ടി വേർതിരിക്കുക, എങ്കിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ? നമ്മുടെ പ്രവർത്തനം എന്തായിരിക്കണമെന്നത് ചിന്തിക്കണം. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ്, കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് ജനത്തെ ഒരുക്കുവാൻ, കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവനോടൊപ്പം വസിക്കുവാൻ, കർത്താവിൻ്റെ രണ്ടാം വരവിൽ ആരും നഷ്ടപ്പെട്ടു പോകല്ലെന്നൊരു ആഗ്രഹത്തോടെ നമ്മെ വിളിച്ച് കർത്താവിൻ്റെ വയൽ പ്രദേശത്തിലാക്കി വച്ചിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എത്രമാത്രം അത് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്? എത്രമാത്രം അതിനൊത്തവണ്ണം നമുക്ക് ഓടുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം ഈ ഭൂമുഖത്തുള്ള അനേക കാര്യങ്ങൾ, സമ്പാദ്യങ്ങൾ ഒരുക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ തലമുറകൾക്കും ഒരു പ്രതിസന്ധികളില്ലാതെ ജീവിക്കുന്ന കാര്യങ്ങൾ ഒരുക്കുകയാണോ? അതോ നമ്മുടെ ലക്ഷ്യം എൻ്റെ കർത്താവിനെ പറ്റി സാക്ഷീകരിക്കേണ്ടതാണോ? വേദനകൾ കാണും, പ്രയാസങ്ങൾ കാണും, നെടുവീർപ്പുകൾ കാണും, എല്ലാവരാലും തള്ളപ്പെട്ട അവസ്ഥയായിരിക്കും. പക്ഷെ അതിൻ്റെ മധ്യത്തിലും എൻ്റെ കർത്താവിൻ്റെ ഉപനിധി എന്ന് പറയത്തക്കോണം, ആ കർത്താവിൻ്റെ പാതയിൽ ഓടത്തക്കോണം എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ട്. പൗലോസ് ശ്ലീഹ ഇതിനു മുമ്പ് 3:12-13 പറയുന്നത്, ഞാനിത് നേടിക്കഴിഞ്ഞു എന്നോ പൂർണ്ണനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായി കൊതിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ജീവിതം. പരീശൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ച അന്നത്തെ ഏറ്റവും പ്രശസ്തമായ യഹൂദനായിരുന്നു യഥാർത്ഥത്തിൽ പൗലോസ് ശ്ലീഹ, ശൗൽ എന്ന് പറയുന്ന പൗലോസ് ശ്ലീഹ. പക്ഷെ എന്ന് കർത്താവുമായിട്ടൊരു ഏറ്റുമുട്ടൽ ആ ഡമാസ്കസിന്റെ പടിവാതിക്കലുണ്ടായോ, അന്ന് തൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ ആരംഭം കുറിച്ചു. അന്നുവരെ താൻ എന്ത് നേടിയെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഓടിയെന്നോ അല്ല ചിന്തിച്ചത്. ആ നേടിയതും ഓടിയതുമെല്ലാം വൃഥാവാന്ന് കണക്കാക്കി എന്നേക്കും വിട്ട് പുതിയ ഒരു പാതയിലേക്ക് കാൽച്ചുവട് വെക്കുന്നു. ക്ലേശകരമായ പ്രതിസന്ധികൾ നിറഞ്ഞ, പക്ഷേ ഒന്ന് മാത്രം, എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം.
നാം ഇന്ന് ഓട്ടക്കളത്തിൽ ഓടുവാൻ പോലും ഇറങ്ങാറില്ല, പരിശ്രമിക്കാറില്ല. കാരണം അതിനായി നാം ചിന്തിച്ച് അന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും നമ്മോട് കൂടെ കാണുകയില്ല. അവയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഭയപ്പാടുകളൊക്കെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുക, ഇതൊന്നും ചെയ്യാതെ മുമ്പോട്ടങ്ങ് പോവുക. അതല്ല പ്രിയ സഹോദര സഹോദരി ആവശ്യം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നാം മുന്നേറുകയാണെങ്കിൽ, ആ വിളിക്കൊത്തവണ്ണം നാം ഓടുകയാണെങ്കിൽ നമ്മെ കൈവിടാതെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. എഫേസ്യ ലേഖനം 4:1-3 വരെ വായിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ജീവിക്കുവിൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ജീവിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. ആത്മാവിന്റെ ഐക്യത ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടിരിക്കുവിൻ. ജാഗ്രതയോടെ ഇരിക്കുവിൻ. തടവുകാരനാകുമ്പോഴും പറയുന്നത്, നമ്മെ വിളിച്ച് ഈ വിളിക്ക് യോഗ്യവണ്ണം ഒരു ജീവിതം നയിക്കുക. ശൗലെന്ന പൗലോസിനെ കർത്താവ് വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ അന്ന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട പൗലോസ്ലീഹ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വരുമെന്ന്, ഇത്ര വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുമെന്ന്. ഇന്ന് പലരും ചിന്തിക്കുന്നത്, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം എന്നെ സേവിക്കണം, മറ്റുള്ളവരെല്ലാം എൻ്റെ കാര്യങ്ങൾ നോക്കണം, ഞാൻ വെറും ഇങ്ങനെ രാജാവായി നടക്കുമെന്നുള്ള ചിന്തയിലാണ്. അതല്ല യഥാർത്ഥമായ വിളി. യഥാർത്ഥമായ വിളി എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ക്ലേശങ്ങളും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ കടന്നു വരും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന എൻ്റെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. നമ്മെ കൈവിടാത്തവനാണ്. സ്നേഹത്തിൽ മറ്റുള്ളവരെ കോരിയെടുക്കുവാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനാണ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ പിന്നോക്കം ഒന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ നന്മകളാൽ ദൈവം നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങളിൽ ഓരോ ദിവസവും നമ്മളെ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. അതിനൊത്തവണ്ണം എനിക്കും നിങ്ങൾക്കും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതാ എന്നെ വഴി നിർത്തുന്ന ഒരുവനുണ്ട്, ആ കർത്താവിനെ നിങ്ങൾ കണ്ടറിയുക, ആ കർത്താവിനെ ഒന്ന് രുചിച്ചറിയുക. നാം എത്രമാത്രം പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങളുടെ ശകലങ്ങളുടെ മുന്നിൽ പലപ്പോഴും നാം പതറിപ്പോകാറുണ്ട്. ആരും അനുഗ്രഹങ്ങളുടെ കൊടിമുടിയിലിരിക്കുമ്പോൾ ആരും നമ്മളോട് ചോദിക്കത്തില്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അനുഗ്രഹം കിട്ടിയെന്ന്. പക്ഷെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഇവൻ ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി നടന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങൾ മാത്രമേ ഉള്ളൂ, വേദനകൾ മാത്രമേ ഉള്ളൂ എന്ന് വിരൽ ചൂണ്ടുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, അതിൻ്റെ മധ്യത്തിൽ പറയുവാൻ കഴിയുമോ, ഈ നന്മ, ഈ വേദനകൾ എൻ്റെ നന്മയ്ക്കായിട്ടാണ്, ഈ വേദനകൾ എന്നെ കൂടുതലായിട്ട് കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ടാണ്. എൻ്റെ വേദനകളുടെ മധ്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പലപ്പോഴും പറഞ്ഞു അറിയിക്കുവാൻ കഴിയില്ലെന്ന് പറയാനും കഴിയുന്നുണ്ടോ? നമ്മളും ആ നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ കർത്താവിന് വേണ്ടി ഇത്രമാത്രം പ്രവർത്തിച്ച്, ഇത്രമാത്രം ചെയ്തു, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ വേദന, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ക്ലേശം? ചോദ്യമാണ്. പക്ഷെ നന്മകൾ തരുമ്പോൾ ഒരിക്കലും ആരും ചോദിക്കാറില്ല, ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രമാത്രം നന്മ തരുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിന്റെ നന്മകളുടെ കവാടം തുറന്ന് എന്നെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നത്? അതാരും ചോദിക്കാറില്ല. ചോദ്യം വെറും വരുന്നത് എപ്പോഴാണ്? പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഞാൻ ഇത്രമാത്രം നിനക്ക് വേണ്ടി നൽകി, ഞാൻ ഇത്രമാത്രം, അതിനൊക്കെ കണക്കുണ്ട്. കണക്കില്ലാത്തത് അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രമാണ്. അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നാം കണക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ നാം മനസ്സിലാക്കും, ഇന്ന് ഓട്ടക്കളത്തിൽ നാം ഓടാൻ ഒരു യോഗ്യതയുള്ളവരല്ലെന്ന്. കാരണം ആ അനുഗ്രഹങ്ങളാണ് എന്നെ നിങ്ങളെ നിലനിർത്തുക, അല്ലാതെ നാം ഓട്ടക്കളത്തിൽ കാൽച്ചോട് വെച്ചതുകൊണ്ടല്ല. പൗലോസ്ലീഹയെ പോലെ കർത്താവിന് വേണ്ടി ഓടുവാൻ നാം എത്രമാത്രം സന്നദ്ധരുള്ള മനസ്സുള്ളവരാണ് നാം ചിന്തിക്കുക. അപ്രകാരം ജീവിക്കുവാൻ
അപ്രകാരം പ്രവർത്തിക്കുവാൻ, ആ വേദനകളുടെ താഴ്വാരയിലേക്ക് കടന്നു നിന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ടോ? ഫിലിപ്പിയ ലേഖനം 3:15-16 വായിക്കുമ്പോൾ, നമ്മിൽ പക്വത പ്രാപിച്ചവരെല്ലാം നമ്മിൽ പക്വത പ്രാപിച്ചവരെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. നിങ്ങൾ മറ്റേതെങ്കിലും വിധത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും വിധത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കുക. പരിജ്ഞാനം അനുസരിച്ച് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ പക്വത എന്ന് പറയുന്നത് ദൈവിക പക്വതയും ദൈവിക ആലോചനയിൽ ജീവിക്കുവാൻ വേണ്ടി. ആ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. ലോകത്തിൻ്റെ ആലോചനയും ലോകത്തിൻ്റെ പക്വതയും ലോകത്തിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാനല്ല പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയോട് പറയുന്നത്. ദൈവിക ആലോചനയിൽ ദൈവിക പരിജ്ഞാനത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി, അതിനൊത്തവണ്ണം ജീവിക്കുവാൻ വേണ്ടി ആണ് വിളിക്കുന്നത്. നമുക്ക് അപ്രകാരം പ്രവർത്തിക്കുവാൻ, ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരം ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിൽ നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവിൻ്റെ പക്വതയ്ക്കൊത്തവണ്ണം ഞാൻ ജീവിക്കുമെന്ന്. കഴിയുന്നില്ലെങ്കിൽ നാം ചിന്തിക്കണം, എവിടെയോ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, എവിടെയോ പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ട്, എവിടെയാണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ദൈവം നല്ലവനാണോ, വല്ലവനാണോ, വാക്കുമാറാത്തവനാണ്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ആ ദൈവിക സാന്നിധ്യം, സാമീപ്യം, ദൈവിക കൃപ അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം ഇന്നും നാം യഥാർത്ഥമായ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. കാണാൻ കഴിയുന്ന കാലത്ത് ദൈവത്തെ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ആ ദൈവത്തെ കണ്ടെത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മളെ വഴി നടത്താം. 1 കൊരിന്ത്യർ 15:58 ഇപ്രകാരമാണ് പറയുന്നത്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കുവിൻ. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കുവിൻ. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ചവരും ആയിരിക്കുവിൻ. ഇത്ര വ്യക്തമായിട്ടാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. ഉറപ്പും കുലുങ്ങാത്തവരുമായിരിക്കും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ടോ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവം അറിയുന്നുണ്ടോ. അത് ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളാണ് ഇതൊക്കെ. പക്ഷെ നാം മനസ്സിലാകാതെ പോകുന്നത്, ഇന്ന് ഈ 2024 ഈ ദിവസം, ഈ നിമിഷം എനിക്കും നിങ്ങൾക്കും ഈ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിർത്തത്തക്കോണം കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എത്രയോ മഹത്വകരമായ കാര്യമാണ്. നാം ചെയ്ത പ്രവൃത്തിക്കൊത്തവണ്ണമാണോ, നാം ചെയ്ത പ്രയത്നത്തിനൊത്തവണ്ണമാണോ ദൈവം നമ്മളെ നിലനിർത്തിയത്? അപ്രകാരമാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നാം ഒക്കെ പട്ടുപോകേണ്ട കർത്താവിൻ്റെ കൃപയും സാന്നിധ്യത്തെ നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇവിടെ നിലനിർത്തുമ്പോൾ ആ കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നല്ലവനാണ്. ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. അവൻ്റെ വയൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്നവരെ എത്ര വലിയ കൊടുങ്കാറ്റുണ്ടെങ്കിലും അവിടെ ആ പടകിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് ആഞ്ഞുലഞ്ഞേക്കാം, ആ വെള്ളത്തിൽ വെള്ളം കയറിയേക്കാം, തിരമാലകൾ ആഞ്ഞടിച്ചേക്കാം, പക്ഷെ അതൊരിക്കലും മുങ്ങുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആ വിശ്വാസം വേണം. അതാണ് പറയുന്നത്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൻ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കും. യഥാർത്ഥമായ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത് എപ്പോഴും ഒരു സാക്ഷ്യമാണ്. മുമ്പോട്ട് വായിക്കട്ടെ, കൊലോസ്യ ലേഖനം 3:1-2 വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളവ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളവയല്ല, ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കുവിൻ. അതായത് കർത്താവിന്റെ രണ്ടാം വരവിന് അവനോടൊപ്പം വസിക്കുന്ന ചിന്തകളോടെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതിന് കാരണം, ഭൂമിയിലുള്ളതെല്ലാം അതിനൊരു കാലയളവുണ്ട്, അത് നശിച്ചു പോകും.
ഉയരത്തിലുള്ളത് ഒരിക്കലും നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? ഭൂമിയിലുള്ള സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഓട്ടമാണെങ്കിൽ അത് നിർത്തുവാൻ സമയമായി പ്രിയ സഹോദര സഹോദരി. കർത്താവിൻ്റെ പാതയിൽ ഓടുവാൻ, കർത്താവിൻ്റെ ലക്ഷ്യം നമുക്ക് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്ന കിരീടം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകുന്നത്. ഗലാത്യ ലേഖനം 3:27-28 വായിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേരുവാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, അതിൽ യഹൂദനും യവനനുമില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ദാസനും സ്വതന്ത്രനുമില്ല, സ്ത്രീയും പുരുഷനും എന്നുമില്ല, സ്ത്രീയും പുരുഷനുമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നൊരു കാര്യമാണിത്. എത്ര വ്യക്തമായി പറയുന്നത്, നാം സ്നാനമേറ്റിരിക്കുന്നെങ്കിൽ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് വ്യത്യസ്തമായ സഭകളും ശുശ്രൂഷകളും കടന്നു വരുന്നത്? നാം ക്രിസ്തുവേശുവിൽ ഒന്നാണ്. അതായത് എത്ര? അവനിൽ യഹൂദനില്ല, യവനനില്ല, ദാസനില്ല, സ്വതന്ത്രനില്ല, സ്ത്രീയില്ല, പുരുഷനില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. അപ്രകാരം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നോട്ടക്കളത്തിൽ ഓടുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണവും അതാണ്. മറ്റുള്ളവരെ വഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ, മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അവരെ കോരിയെടുത്ത് നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. അപ്രകാരം ഒരു അവസ്ഥയിലേക്കല്ല കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നവരെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ പോലെ ഓട്ടക്കളത്തിൽ ഏകനായി ഓടി വിരുദ് പ്രാപിക്കാനല്ല. കർത്താവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മോടൊപ്പം മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ, ആ ഓട്ടത്തിൽ അവരെ നയിക്കത്തക്കണം, ഇടയാക്കണം. അപ്രകാരമൊരു കാര്യത്തിലേക്കാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഗാനമുണ്ടെന്ന്, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. അതെ, ഇനിയും കൃപ തോന്നി കരുതിയിടണമേ, ഇനിയും നടത്തണമേ തിരുഹിതം പോൽ. അതായിരിക്കണം എൻ്റെ നിങ്ങളുടെയും പ്രാർത്ഥന. ഒരു പുതിയ വർഷത്തിലേക്ക് നാം ഒരുങ്ങുകയാണ്. ഈ 2024 അവസാന ദിവസം നാം ഒന്ന് ചിന്തിക്കണം, ഈ ഓട്ടക്കളത്തിൽ നാം എന്താണ് പ്രവർത്തിച്ചത്? ഓടുവാൻ കഴിഞ്ഞോ? അതോ തളർന്ന അവസ്ഥയിലായിരുന്നോ? എങ്കിൽ ഈ മനോഹരമായ ഗാനത്തിൽ പറയുന്നത്, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാണ്, നേടിയതല്ല ദൈവം നമുക്ക് തന്നതാണ്. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും, ഇനിയും കൃപ തോന്നി നടത്തണമേ, ഇനിയും നടത്തണമേ തിരുഹിതം പോൽ. അപ്രകാരം ഒരു പ്രാർത്ഥനയോടെ ഈ വർഷം പൂർത്തീകരിക്കാം. ഒരു പുതിയ വർഷം ദൈവം നമുക്ക് നൽകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പാതയിൽ കൂടുതൽ തീഷ്ണതയോടെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഓടുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുഹൃത്തുനാഥ, എൻ്റെ സനയിൽ കർത്താവേ, ഞങ്ങളുടെ ഒരു വർഷം കൂടെ ഇത്രത്തോളം നിലനിർത്തിയാനായ നന്ദിയോട് സ്തോത്രം കർത്താവേ. 2024 ഞങ്ങളെ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ കർത്താവേ, നാം ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവെവിടെയാണെന്നും വീഴ്ചകൾ എവിടെയാണെന്നും കർത്താവ് ഈ രാത്രി ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ വീഴ്ചകളും ക്ഷമിച്ച കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ കൃപകളിൽ നിലനിൽക്കൊള്ളുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ നിന്നതല്ലല്ലോ കർത്താവേ, നീയാണല്ലോ നിർത്തിയത്. ഞങ്ങൾ നേടിയതല്ലല്ലോ കർത്താവ്, നീയാണ് നൽകിയത് കർത്താവേ. ഇനിയും കൃപയോടെ ഞങ്ങളെ നയിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹിതം പോലെ നടത്തുവാൻ സഹായിക്കണം കർത്താവേ. പുതുവർഷത്തിലേക്ക് ഞങ്ങളെ കടന്നു വരുമ്പോൾ പുതുക്കപ്പെട്ട അവസ്ഥയിലായി തീരുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുന്നു.
കർത്താവേ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ഈ ആളുകൾ അത്രയും ഈ വചനം കേട്ട മക്കളെ ഓരോരുത്തരെയും നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുക കർത്താവ്. നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച കർത്താവേ, പുതുക്കപ്പെട്ട അവസ്ഥയിലായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്ന പിതാവോ കേൾക്കണമേ. എല്ലാ ശ്രോതാക്കൾക്കും പുതിയ വർഷത്തിൻ്റെ നന്മകൾ നേരുന്നു. പുതിയ വർഷത്തിൽ ഇനി നമ്മൾ ഒന്നിച്ചു ചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.